ഈ ഇല്യൂഷൻ ആർട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ഈ ആർട്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ജെൽ പെന്നാണ് ഉപയോഗിക്കുന്നത്. ജെൽ പെൻ ഉപയോഗിച്ച് വരയ്ക്കുന്നതിന് മുൻപ് ഇതുപോലെ പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. തെറ്റുകൾ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ വരയ്ക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് A5 പേപ്പർ വരുന്ന ഒരു സ്കെച്ച് ബുക്കാണ്. ഇനി നമുക്ക് വരച്ച് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ വരച്ച് കൊടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് നോക്കി വരയ്ക്കുക. ഞാൻ കാണിച്ച ഈ സ്കെച്ച് ബുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. എമൗണ്ട് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം. സ്കെയിൽ കൊണ്ട് വരച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ കർവ്ഡായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ലൈൻസ്. ഒരു പോർഷൻ മുകളിലേക്ക് കർവ്ഡായിട്ടും അടുത്ത പോർഷൻ താഴത്തേക്ക് കർവ്ഡായിട്ടും വരുന്ന രീതിയിലാണ് നമ്മൾ വരച്ചു പോകുന്നത്. സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഫുള്ള് റിപ്പീറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളും കർവ്ഡായിട്ടുള്ള ലൈൻസ് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ സെൻറ്റാങ്കിൾ ആർട്ട്, ഇല്യൂഷൻ ആർട്ട് എന്നിവയൊക്കെ നമുക്ക് ടെൻഷൻ കുറയ്ക്കുന്നതിനും ഓവർ തിങ്കിങ് കുറയ്ക്കുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമുക്കിതുപോലെ വരച്ച് നോക്കാവുന്നതാണ്. അത് നമ്മൾക്ക് ഒരുപാട് റിലാക്സേഷൻ തരുന്ന ടൈപ്പ് ഓഫ് ആർട്ടാണ്. അങ്ങനെ ലൈൻസ് എല്ലാം നമ്മൾ വരച്ചതിന് ശേഷം ഒന്നിടവിട്ടുള്ള വരകൾക്ക് ബ്ലാക്ക് കളറ് നമ്മൾ കൊടുക്കുക. സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഈ സെയിം ജെൽ പെൻ തന്നെ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. സാധാ സ്കെച്ച് പെൻ ഉപയോഗിക്കുന്നതിലും ബ്രഷ് പെൻ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. A5 ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് മഷി പടരുന്നില്ല. ബ്ലാക്ക് ജെൽ പെന്ന് കയ്യിലില്ലാത്തവർക്ക് നോർമൽ ബ്ലാക്ക് ബോൾ പെൻ കൊണ്ടും ഇത് വരയ്ക്കാം കേട്ടോ. ഇതുപോലെ ഒന്നിടവിട്ടുള്ള ലൈൻസ് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് ഫുള്ളും നമുക്കങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. ഒന്നിടവിട്ടുള്ള ലൈൻസ് ബ്ലാക്ക് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തെറ്റാതെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് വരുന്ന കോളംസ് തെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തെറ്റുമെന്ന് ഉള്ള ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരയ്ക്കുക. ഏറെക്കുറെ പകുതിയോളം അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒഴിവ് സമയങ്ങളൊക്കെ വെറുതെ ഇരുന്ന് കളയാതെ നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. സെൻറ്റാങ്കിൾ ആർട്ടും ഇല്യൂഷൻ ആർട്ടും ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അഡിക്ഷൻ പോലെയാണ്. അപ്പോൾ ഇതുപോലെ ഫ്രീ ടൈമൊക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. ഏകദേശം 2 മണിക്കൂറോളം സമയമെടുത്തിട്ടാണ് നമ്മൾ ഈ ആർട്ട് കംപ്ലീറ്റ് ചെയ്തത്. പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. സാധിക്കുന്നവർ ഇതുപോലെ ചെയ്തു നോക്കുക. അതല്ല ഏതെങ്കിലും ആർട്ട് നിങ്ങൾക്കറിയാവുന്നത് ഞാൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും ഇടുക. സെൻറ്റാങ്കിൾ ആർട്ട്, ഡൂഡിൽ ആർട്ട്, ഇല്യൂഷൻ ആർട്ട് ഇതുപോലുള്ളവ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരയ്ക്കാം. അപ്പോൾ ഇന്ന് വരച്ചത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.